എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലാംഗ്വേജ് ആസ് എ സിസ്റ്റം എന്ന കാര്യമാണ്. ഇതിൻ്റെ അർത്ഥതാണ് ലാംഗ്വേജ് ആസ് സിസ്റ്റം, ഭാഷ ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ. ഭാഷ വ്യവസ്ഥയാണ് നമുക്കറിയാം. താഴെ ബോക്സിലാക്കിയിട്ടുണ്ട്. ദ സിസ്റ്റം ഓഫ് സൗണ്ട്സ്, ശബ്ദങ്ങളുടെ ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ഭാഷ. ദ സിസ്റ്റം ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ഭാഷ. ദ സിസ്റ്റം ഓഫ് ഗ്രാമർ, വ്യാകരണ നിയമങ്ങളുടെ ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ഭാഷ. പിന്നെ പറയാണ്, ദീസ് സിസ്റ്റംസ് ഫോം ദ റിസോഴ്സസ് ഫോർ ക്രിയേറ്റിംഗ് മീനിങ്. ഈ വ്യവസ്ഥകളെല്ലാം തന്നെ ചില പ്രത്യേക സ്രോതസ്സുകളെ ഉണ്ടാക്കുന്നു. ആ സ്രോതസ്സുകൾ അർത്ഥങ്ങളെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ വ്യവസ്ഥകളെല്ലാം തന്നെ ചില സ്രോതസ്സുകളെ ഉണ്ടാക്കുകയും ആ കാര്യങ്ങൾ അർത്ഥത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് ഈ സിസ്റ്റങ്ങളൊക്കെ നമ്മളെ ഭാഷയിലുള്ള വാക്കുകളെയും അർത്ഥവത്തായിട്ടുള്ള വാക്കുകളെയും സെൻറ്റൻസുകളെയൊക്കെ ഉണ്ടാക്കി അത് ചേർത്തിട്ട് വലിയ വലിയ സെൻറ്റൻസുകളാക്കി അർത്ഥമുള്ള സെൻറ്റൻസുകളൊക്കെ ആക്കി മാറ്റാൻ സാധിക്കുന്നു. അടിസ്ഥാനമായിട്ട് ഈ 3 സിസ്റ്റങ്ങളാണ് ഭാഷയിലുള്ളത്. ഈച്ച് സിസ്റ്റം ഈസ് ലാംഗ്വേജ് സ്പെസിഫിക്. ഇതിൽ പറയുന്ന ഓരോ സിസ്റ്റങ്ങളും ഭാഷയുടെ പ്രത്യേക കേന്ദ്രീകൃതമായിട്ടുള്ള സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഓരോ വ്യവസ്ഥയും ഭാഷയ്ക്ക് സ്വന്തമായിട്ടുള്ള സിസ്റ്റങ്ങളാണ്. വേറൊരു കാര്യത്തിലും ഈ പറഞ്ഞ സൗണ്ട് സിസ്റ്റവും വേർഡ് സിസ്റ്റവും ഗ്രാമർ സിസ്റ്റവും കാണാൻ സാധിക്കില്ല. ലാംഗ്വേജിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. It is significant to look at the term language. തീർച്ചയായും നമ്മൾ ലാംഗ്വേജ് എന്ന ടേമിലേക്ക് നിങ്ങൾ നോക്കൂ. It can be used to refer to a variety of concepts, things. തീർച്ചയായും ഭാഷ എന്നുള്ള കാര്യം ഉപയോഗിക്കുന്നത് ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മുടെ ഭാഷ. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാഷ എന്താണെന്ന് വ്യക്തമായി പറയാൻ പോവുകയാണ്. The particular form of words and speech used by the people of a country, area, or social group. വാക്കുകളുടെയും സംസാരത്തിൻ്റെയും ഒരു പ്രത്യേക രൂപം അത് ഉപയോഗിക്കുന്നത് ഏതോ ഒരു രാജ്യത്തിലെ ആളുകൾ
അതുപോലെ ഒരു പ്രദേശത്തെ ആളുകൾ അല്ലെങ്കിൽ ഒരു വർഗത്തിലെ ആളുകൾ. അപ്പോൾ ഒരു പ്രത്യേക രാജ്യത്തിലെയോ പ്രദേശത്തെയോ വർഗത്തിലെയോ ആളുകൾ സംസാരവും വാക്കുകളും ഒരു പ്രത്യേക രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഭാഷ ആണ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ, അതായത് ഇപ്പോൾ ഒരു രാജ്യം, നമ്മുടെ രാജ്യം ഭാരതത്തിലെ മഹാരാഷ്ട്ര ഭാഗത്ത് കുറേ ആളുകൾ പ്രത്യേക രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ആ മറാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകളെ മറാത്തി വിഭാഗക്കാർ എന്ന് വിളിക്കുന്നു. അവരുടെ ഭാഷ, മറാത്ത ഭാഷ അങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ചൈനീസ് ആണെങ്കിൽ ചൈനക്കാരൊക്കെ മൻഡാരിൻ. ഇനി നമ്മൾ കേരളീയർ മലയാളം സംസാരിക്കുന്ന റീജിയനാണ്, ഏരിയയാണ്, സോഷ്യൽ ഗ്രൂപ്പാണ്. അതിൽ തന്നെ വെറൈറ്റി ഉണ്ടാവും. ഓരോ സ്ഥലത്തെ മലയാളം വ്യത്യസ്തങ്ങളാണ്. ബി, the method of human communication using spoken or written words. പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ ആശയവിനിമയ രീതി സ്പോക്കൺ, റിട്ടൺ വേർഡ്സ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് രീതികളും വെച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ എന്ന് വിളിക്കാം? ഭാഷ എന്ന് വിളിക്കാം. അതും ഭാഷയുടെ മറ്റൊരു നിർവചനവും ഒരു പ്രത്യേകതയുമാണ്. In other words, we can talk about a specific language. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു പ്രത്യേക ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാണ് ഭാഷ. ഉദാഹരണം, ഇംഗ്ലീഷ് ഭാഷ, മലയാളം ഭാഷ, ഹിന്ദി ഭാഷ, ഓർ അബൌട്ട് ലാംഗ്വേജ് ആസ് സച്ച്. അതുപോലുള്ള ഭാഷകളൊക്കെ ഈ ഭാഷയ്ക്ക് ഉദാഹരണമാണ്. ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തഡാണ്. അടുത്തത് സി. ഇപ്പോൾ ഓക്കെ നോക്കാം. ഫർദർ മീനിങ് നോക്കാം. A further meaning of language is the style or types of words used by a person or group. ഭാഷയുടെ മറ്റൊരർത്ഥം ഇതാണ്: style or types of words used by a person or group. ഒരു പ്രത്യേക കൂട്ടം ആളുകളോ ഒരു വ്യക്തികളുടെ കൂട്ടമോ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു പ്രത്യേക തരത്തിൽ, പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഭാഷ എന്ന് പറയാം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എഴുത്തക്ഷരങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്ന എഴുത്തക്ഷരങ്ങളൊക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. എഴുത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ ആ അക്ഷരങ്ങളൊക്കെ സിമിലറാണ്. കാരണം നമ്മളേവരും മലയാളികളാണ്, മലയാളി സഹോദരി സഹോദരന്മാരാണ്. വിച്ച് ഈസ് എ ടോപ്പിക് ജനറലി സ്റ്റഡീഡ് വിത്തിൻ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. പറയാണ്, വിച്ച് ഈസ് എ ടോപ്പിക് ജനറലി സ്റ്റഡീഡ് വിത്തിൻ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ ഈ ടോപ്പിക്ക് സാധാരണയായിട്ട് പഠിക്കപ്പെടുന്നത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള പഠന ശാഖയിലാണ് ഇത് പഠിക്കുന്നത്. സമൂഹവും ഭാഷയും തമ്മിലുള്ള ബന്ധവും എല്ലാം പറയുന്ന കാര്യമാണ്
ശാസ്ത്രശാഖയാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. ഇനി ഡി ആണ്. ഹെൻസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ all these fields. പറയാണ്, hence in linguistics we are interested in all these fields. ആയതുകൊണ്ട് ഭാഷാശാസ്ത്രത്തിലെ തീർച്ചയായും ഭാഷാശാസ്ത്രത്തിലെ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദീസ് ഫീൽഡ്സ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫീൽഡിലും താല്പര്യം കാണിക്കുന്നു. ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള ഭാഷയെക്കുറിച്ചിട്ടുള്ള സമ്പൂർണമായ പഠനമാണ്. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നുണ്ട്. Language is essentially a system because vocal symbols and their patterning functions in a unique way in which each in each context. ഭാഷ പ്രധാനമായിട്ടും ഒരു വ്യവസ്ഥയാണ്. കാരണം നമ്മുടെ വോക്കൽ സിംബൽസ്, അതായത് സംസാര പ്രതീകങ്ങൾ, ശബ്ദങ്ങൾ, അതുപോലെ തന്നെ അവയുടെ അറേഞ്ച്മെൻറ്റ് ഫങ്ഷൻസ് ഇൻ എ യുണീക്ക് വേ. Because vocal symbols and their patterning functions in a unique way. അപ്പോൾ അവയുടെ അറേഞ്ച്മെൻ്റൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത് അതുല്യമായ ഒരു രീതിയിലാണ്. ഇൻ ഈച്ച് കോണ്ടെക്സ്റ്റ്, ഓരോ സന്ദർഭത്തിലും. അതായത് ഇപ്പോൾ നമുക്കൊരാളോട് സംസാരിക്കാൻ നമ്മൾ തന്നെ മനസ്സിൽ വിചാരിച്ചാൽ പോരാ. അത് ശബ്ദബീജികളായിട്ട് ഓരോ സ്വരങ്ങളായി പുറത്തേക്ക് വന്ന് കൃത്യമായ അറേഞ്ച്മെൻറ്റിൽ എനിക്കൊരു പേന വേണമെന്നുള്ളത് എനിക്ക് ഈ പറഞ്ഞ ഓർഡർ തന്നെ സൗണ്ടുകൾ പുറത്തേക്ക് വരണം. അല്ലാതെ ആദ്യം വന്നിട്ട് അവസാനം വന്നാലൊന്നും നടക്കൂല. അപ്പോൾ അറേഞ്ച്മെൻ്റൊക്കെ കറക്റ്റ് ആവണം. അപ്പോൾ ഇങ്ങനെ ഒരു യുണീക്ക് വേ ആണ് ഇത്. The manner in which the word rat is composed by sequentially arranging the particles rat. ഇവിടെ നമ്മുടെ റാറ്റ് എന്ന വാക്ക് കമ്പോസ് ചെയ്തിട്ടുള്ളത് നിരനിരയായിട്ടാണ്. ഇവിടെ ഓരോ പാർട്ടിക്കിൾസുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം പിന്നെ പിന്നെ and their order of arrangement or occurrence in a fixed way creates a kind of a system. പിന്നെ പറയാണ്, and their order of arrangement, പിന്നെ അവയുടെ ക്രമീകരണത്തിൻ്റെ ആ ഓർഡർ പിന്നെ ഫിക്സ്ഡ് വേ, ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അവയുടെ ക്രമീകരണത്തിൻ്റെ ആ ഓർഡർ ഒരു പ്രത്യേക രീതിയിലാണ്, അത് ഉറപ്പിക്കപ്പെട്ട രീതിയിലാണ്. ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് എ സിസ്റ്റം. അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക വ്യവസ്ഥ ആണ്.
അപ്പോൾ ഒരു വ്യവസ്ഥ ഈ പറഞ്ഞ ഇതിലുണ്ട്. റാറ്റ് എന്ന് പറയുമ്പോൾ ആറ്റ്, അല്ലാതെ അതിൽ അറേഞ്ച്മെൻറ്റിൽ ആ സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ ട് ആദ്യം കൊടുത്താൽ നമ്മൾ വിചാരിച്ച അർത്ഥമാവില്ല കിട്ടുക. It expresses that a particular animal of a particular family will be called rat. ഇങ്ങനെ ശബ്ദവീചികളായിട്ടൊരു വാക്ക് പിറവിയെടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായും ആ ആശയം അത് തെളിഞ്ഞു വരും. എ പർട്ടിക്കുലർ അനിമൽ, ഒരു പ്രത്യേക ജീവിയുടെ ആണത്. ഓഫ് എ പർട്ടിക്കുലർ ഫാമിലി, ഒരു പ്രത്യേക കുടുംബത്തിലെ അംഗമാണ്. വിൽ ബി കോൾഡ് റാറ്റ്, അതിനെയാണ് റാറ്റ് എന്ന് വിളിക്കുന്നത്. എ വേർഡ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സീക്വൻസ് ഓഫ് 3 സൗണ്ട്സ് പാർട്ടിക്കിൾസ്. ഈ വാക്ക് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 3 അതിപ്രധാന സൗണ്ടുകൾ നിരനിരയായി അറേഞ്ച് ചെയ്തിട്ടാണ്. റ് ഫസ്റ്റ്, ആ മീഡിയൽ, ട് ഫൈനൽ. അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ വേ, പ്രത്യേക രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് എ കോമൺ നെയിം ഫോർ എനി ലാർജ്, വിച്ച് മീൻസ് എ കോമൺ നെയിം ഫോർ എനി ലാർജ് മെമ്പർ ഓഫ് എ ഫാമിലി ഓഫ് റോഡൻസ്. പിന്നെ മറ്റൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും റോഡൻസ് ഫാമിലിയെപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ജീവി, അവയ്ക്ക് പൊതുവായി വിളിക്കുന്ന പേരും കൂടിയും ഇതാണ്. റാറ്റ്സ് ബിലോങ് ടു ദ ഫാമിലി മ്യൂറിഡേ. അപ്പോൾ റാറ്റുകൾ തീർച്ചയായും മ്യൂറിഡേ എന്ന് പറയുന്ന ഈ ഫാമിലിയിലാണ്. അപ്പോൾ റാറ്റ് എലി മാത്രമല്ല, ചെറിയ എലികളൊക്കെ ഉണ്ടാവും, പിന്നെ വലിയ എലി ഉണ്ടാവും, പെരിച്ചാഴി പോലുള്ള എലികളൊക്കെ. അതൊക്കെ ഇതിൽ അർത്ഥമാക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഇതിൽ അർത്ഥമാക്കുന്നുണ്ട്. And a small violation can change the content of the word. ഇനി നമ്മൾ ഈ വാക്കിനെ നമ്മൾ ചെറുതായി ഒന്ന് വയലേറ്റ് ചെയ്യാണ്, സൗണ്ടിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റിയാണ്. ഇവിടെ ഈ വാക്കിൻ്റെ കണ്ടൻറ്റും മീനിങ്ങും ഒക്കെ തന്നെ മാറുന്നുണ്ട്. ദാറ്റ് ഈസ് ആ റാറ്റ് നേരെ തിരിച്ചിടുക. ടാൾ, ഇവിടെ അങ്ങനെ ആകുമ്പോൾ ആ റ് എന്നുള്ള സൗണ്ട് തന്നെ ചിലപ്പം വന്നേക്കില്ല. കാരണം അവസാനം ആറ് വന്ന പ്രൊനൗൺസിയേഷൻ ഇല്ല. ഓക്കെ, അതുപോലെ ആർട്ട്, അവിടെ ആറ് പ്രൊനൗൺസ് ചെയ്യില്ല. സ്പെല്ലിങ് ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ വാക്കിൻ്റെ അർത്ഥം മാറി, പ്രൊനൗൺസിയേഷൻ മാറി, ചില സൗണ്ടുകൾ ലോപിച്ച് ഇല്ലാതാവടക്കം ചെയ്തു. If this is seen in a broader perspective, one can make use of a sentence, she ate an apple. നമുക്ക് ഒന്നുകൂടി ഇത് വികസിപ്പിച്ചൊന്ന് നോക്കി നോക്കാം. തീർച്ചയായിട്ടും ഒരു സെൻറ്റൻസ് എടുക്കാം. ഷീ ate an apple, അവരൊരു ആപ്പിൾ കഴിച്ചു. വിച്ച് ഈസ് സിൻറ്റാക്റ്റിക്കലി ആക്സെപ്റ്റഡ്. ഇത് പദവിന്യാസക്രമം അനുസരിച്ച്, അതായത് നല്ലൊരു ക്രമീകരണമുണ്ട്, അതൊക്കെ അനുസരിച്ച് ഇത് വേണമെങ്കിൽ സ്വീകരിക്കാം. കാരണം അത് നല്ല നിയമപരമായിട്ടുള്ള നല്ലൊരു സെൻറ്റൻസാണ്. അവർ ആപ്പിൾ കഴിക്കുന്നു. സബ്ജക്റ്റ് ഷീ, വെർബ് ate, an apple ഒബ്ജക്റ്റ്. അപ്പോൾ നല്ലൊരു സിൻറ്റാക്സ് ഉണ്ട്, അതിന് പദവിന്യാസ ക്രമമുണ്ട്. നോക്കാം. But any of the following changes in this order will result in a breakdown of communication as they are treated unacceptable forms. പക്ഷേ താഴെ കുറേ ചേഞ്ചുകൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് ആവും, നടക്കില്ല. കാരണം they are treated unacceptable forms. കാരണം നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ആണ് ചിലപ്പോൾ താഴെ പറയുന്ന സെൻറ്റൻസുകൾ കാണപ്പെടുക.
ഒരു മാർക്കുണ്ട്, അസ്റ്ററിസ്ക് മാർക്കാ തോന്നുന്നുണ്ട്. അത് അതിനെക്കുറിച്ച് പറയാണ്. ഇൻഡിക്കേറ്റ് ദാറ്റ് an expression is ungrammatical or in some other way unacceptable. ഇത് കാണിക്കുന്നത് നമ്മുടെ എക്സ്പ്രഷൻ ഗ്രാമറില്ല, മാത്രമല്ല ഒരു രീതിയിൽ തീർച്ചയായും മറ്റൊരു രീതിയിൽ അൺആക്സെപ്റ്റബിൾ ആണ്, ഒട്ടും തന്നെ നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ നേരത്തെ റാറ്റ് തിരിച്ചിട്ടപ്പോൾ അർത്ഥം കിട്ടി, എന്നാൽ എപ്പോഴത് കിട്ടിക്കോണമെന്നില്ല. ഇവിടെ ഇപ്പോൾ വാക്കുകൾ തിരിച്ചിട്ടപ്പോൾ ഷീ ഐറ്റ് ആൻ ആപ്പിൾ എന്നുള്ളത് തിരിച്ചിട്ടപ്പോൾ കുറച്ച് രീതികൾ നോക്കാം. ഫസ്റ്റ് വൺ, ഷീ ആപ്പിൾ ആൻഡ് ഐറ്റ്. ഷീ ആൻഡ് ഐറ്റ് ആപ്പിൾ. An apple ate she. Ate she apple. ഇതിലൊന്നിലും പദവിന്യാസമല്ല, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് കോമ്പിനേഷൻ അല്ല, അതുകൊണ്ട് തന്നെ ഇത് അർത്ഥം വരുന്നില്ല, ഇതൊരിക്കലും അഗ്രിയബിൾ അല്ല. There are principles which accounts for the possible interrelationship among various segments in sentences. എന്തായാലും നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ചില നിയമങ്ങളുണ്ട്. ഇവിടെ സെൻറ്റൻസിൻ്റെ ഉള്ളിലുള്ള സെഗ്മെൻറ്റുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആ ബന്ധപ്പെട്ട ആ രീതി, അതിനായിട്ട് വേണ്ടി കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ നിയമങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ കാണാനില്ല. ആദ്യമുള്ളതിൽ ഉണ്ട്. ഷീ ഐറ്റ് ആൻ ആപ്പിളിലുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് അതിലൊരു നിയമമാണ്. They try to explain the various processes at work within particular system inside a language. ഈ പറഞ്ഞ നിയമങ്ങൾ തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. വിത്തിൻ പാർട്ടിക്കുലർ സിസ്റ്റം ഇൻസൈഡ് എ ലാംഗ്വേജ്, ഭാഷയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഓരോ സിസ്റ്റത്തെയും വ്യവസ്ഥയെയും കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. സിമിലർലി suprasegmental features offer another worthy point to show that language is a system. മാത്രമല്ല ഇവിടെ ഈ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് മാത്രമല്ല, ഒരു സെൻറ്റൻസിനും ഒരു വാക്കിനും ഒരു സെൻറ്റൻസിന് ഈ പറഞ്ഞ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള ആ എന്താ പറയുക സിസ്റ്റത്തിൻ്റെ ആ രീതി ഉണ്ടല്ലോ, അത് മാത്രമല്ല അർത്ഥം കൊടുക്കുന്നത്. മാത്രമല്ല ഭാഷ സിസ്റ്റമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടിയും പ്രധാനമാണ്, സുപ്രാസെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് എന്ന് പറയും. അതായത് സ്ട്രെസ്, റിതം, പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രീതികളുണ്ട്. അതൊക്കെ വെച്ചിട്ട് അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വരത്തിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഒരുപാട് മാറും. A change in tone and stress in sentence "she is beautiful" can create various possibilities in meaning. നമ്മൾ "she is beautiful" എന്നുള്ള സെൻറ്റൻസ് എടുത്ത് അതിൻ്റെ ടോണിലും സ്ട്രെസ്സിലും ധ്വനിയിലും സ്ട്രെസ്സിലും വ്യത്യാസപ്പെടുത്തിക്കഴിഞ്ഞാൽ ഇവിടെ അർത്ഥത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യത്യസ്തമായി കാണാൻ സാധിക്കും. One can take it as a statement or a question with a change in high rising tone. ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കാം, ചോദ്യമാക്കാം, ഹൈ റൈസിങ് ടോൺ യൂസ് ചെയ്താൽ മതി. അതായത് റൈസിങ് ടോൺ യൂസ് ചെയ്താൽ മതി.
ആൻഡ് ഹൈ ഫാളിംഗ് ടോൺ. ഫാളിംഗ് ടോണും യൂസ് ചെയ്താൽ മതി. റൈസിങ് ടോൺ അറിയുമ്പോൾ മുകളിലേക്കാണ്, ആദ്യത്തേതാണ്. ഫാളിംഗ് ടോൺ അറിയുമ്പോൾ താഴത്തേക്കുള്ള വരയാണ്, വലതുവശത്തേക്ക് ചരിച്ചിട്ടുള്ള വരയാണ്. മറ്റേത് ആദ്യം കാണിച്ച ഇടതുവശത്തേക്കാണ്. അതായത് റൈസിങ് ടോൺ ആകുമ്പോൾ ചോദ്യമായി മാറും, യെസ് ഓർ നോ ക്വസ്റ്റ്യനായി മാറും. എന്നാൽ ഫാളിംഗ് ടോൺ ആകുമ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റായി മാറും. ഉദാഹരണത്തിന് ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഇത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റായിട്ട് ഫാളിംഗ് ടോണിൽ പറയുകയാണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? അവൾ ഭംഗിയുള്ള കുട്ടിയാണ്. അവർ ഭംഗിയുള്ള കുട്ടിയാണ്. എന്നാൽ അത് ചോദ്യമാക്കണമെങ്കിൽ അവിടെ റൈസിങ് ടോൺ യൂസ് ചെയ്താൽ മതി. പിച്ചിൽ, അതായത് സൂപ്രാ സെഗ്മെൻ്റൽ ഫീച്ചറിൽ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് ശബ്ദം ഒന്ന് ഉയർത്തിയാൽ മതി. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഒക്കെ ഭാഗം കൂടി വരുമ്പോൾ ചോദ്യമായി മാറി. അവ പിച്ചിൽ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാലും നമ്മുടെ അർത്ഥങ്ങളെ ഒരുപാട് സ്വാധീനിക്കാൻ സാധിക്കും. ഇതെല്ലാം ഭാഷയുടെ വ്യവസ്ഥകളാണ്. സ്ട്രെസ് ക്യാൻ ക്രിയേറ്റ് എംഫസൈസ് വിത്തൗട്ട് ഡൗട്ട് or even a possibility of another undesirable quality, though beautiful. സ്ട്രെസ്സിന് തീർച്ചയായും നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഊന്നി പറയാൻ സാധിക്കും. ഒരു സംശയമില്ലാതെ ഊന്നി പറയുന്നു എന്ന് കാണിക്കാൻ പറ്റും. മാത്രമല്ല, നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരം അർത്ഥതലങ്ങളെ പറയാൻ സാധിക്കും. അതായത് ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. ഇൻ വൺ ഡയലക്റ്റ് ഓഫ് ചൈനീസ്, മാ അക്കമ്പനീഡ് ബൈ ദ ഹൈ ലെവൽ പിച്ച് മീൻസ് മദർ. ഇനിയിപ്പോൾ ചൈന ഭാഷയുടെ കാര്യം നോക്കാം. മ എന്ന് പറയുന്ന ഒരു സൗണ്ട് അത് ഹൈ ലെവൽ പിച്ചിൽ ഉപയോഗിച്ചാൽ അമ്മ, മദർ എന്നാണ് അർത്ഥം. ബട്ട് ദ സെയിം വേർഡ് സ്പോക്കൺ വിത്ത് ലോ ലെവൽ പിച്ച് മീൻസ് ഹോഴ്സ്. പക്ഷേ ഈ വാക്ക് തന്നെ ലോ ലെവൽ പിച്ചിൽ യൂസ് ചെയ്താൽ അത് അർത്ഥം എന്താണ്? ഹോഴ്സ്, കുതിര, കുതിര എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഭാഷയുടെ പല തലങ്ങൾ. ഓക്കെ.